വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്രീപ്പ് റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മുടെ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ കൊത്തുമുളക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഞാനിവിടെ മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. മല്ലിയില നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 2 എഗ്ഗും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടില്ലാണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വേണത് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ജസ്റ്റ് എല്ലാ ഭാഗത്തൊന്നും സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ബാറ്ററിൽ നിന്ന് ഒരു കയ്യിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഈ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചട്ടിക്ക് അത്യാവശ്യം ചൂടുണ്ടാവണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അടിവശം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മുകൾ വശം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിടുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് നെയ്യ് ഈ രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്കിത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ട് പറാട്ട ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. മസാലക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇതിൽ എഗ്ഗും അതുപോലെ തന്നെ പാലൊക്കെ കൂട്ടിയോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ റെസിപ്പിയുമായി കാണാം. താങ്ക്